നമസ്കാരം, എല്ലാവർക്കും കെമിസ്ട്രി +1 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ കുറച്ച് ഭാഗങ്ങൾ, തുടക്ക ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഈ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അതായത് ലോസ് ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലോസ് ഓഫ് കോമ്പിനേഷൻസ്, അതായത് ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ മോളിക്യൂൾസും ആറ്റംസൊക്കെ കൂടിച്ചേർന്ന് മോളിക്യൂൾസും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിഷ്കർഷിച്ചിരിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. അതായത് തന്മാത്രകൾ കൂടിച്ചേർന്ന് മറ്റു തന്മാത്രകളായി മാറുമ്പോഴും ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകളായി മാറുമ്പോഴും ഒക്കെ പാലിച്ചിരിക്കേണ്ട ചില നിയമങ്ങൾ. അത്തരം നിയമങ്ങളെ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ലോസ് ഓഫ് കോമ്പിനേഷൻസ്. അപ്പോൾ നമുക്ക് ഈ ബോർഡിൽ കാണുന്നത് പോലെ വ്യത്യസ്ത ലോസ് ഓഫ് കോമ്പിനേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തേൻ്റെ പേര് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നാണ്. ദ്രവ്യ സംരക്ഷണ നിയമം എന്നാണ് അതിൻ്റെ പേര്. ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടതായിരിക്കാം. അതിൻ്റെ ഉപജ്ഞാതാവ് ലാവോസിയർ. അടുത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ എന്നൊക്കെ പറയുന്ന ലോ ആണ്. അത് കൊണ്ടുവന്ന ആള് പ്രോസ്റ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്. പിന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഫേമസ് ആയിട്ടുള്ള ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ജോൺ ഡാൽട്ടൺ ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. പിന്നെ റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. അത് റിക്ടർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. പിന്നെ ഗേ-ലുസാക്സ് ലോ ഓഫ് വോളിയംസ്. അപ്പോൾ ഇത്രയും നിയമങ്ങൾ, അതായത് ഒരു 5ഓളം നിയമങ്ങളുണ്ട് നമുക്കിതിൽ പഠിക്കാൻ. അതിൽ ഒന്നാമത്തിലേക്ക് വരും. ഓക്കെ, ഫസ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് വളരെ സിമ്പിൾ. നമുക്കറിയാം, ദ്രവ്യ സംരക്ഷണ നിയമം എന്നതാണ് ഇതിൻ്റെ മലയാളം. അതായത് ദ്രവ്യത്തിനെ നശിപ്പിക്കുവാനോ പുനർനിർമ്മിക്കുവാനോ സാധ്യമല്ല. അതായത് ഒരു നിലനിൽക്കുന്ന ഒരു മാറ്ററിനെ, അതിനെ ഒരിക്കലും ഒന്നുമല്ലാതെയാക്കി മാറ്റാൻ പറ്റില്ല. അത് മാറുന്നുണ്ടെങ്കിൽ വേറെ വല്ല വസ്തുക്കളായിട്ട് മാറുകയേ ചെയ്യുള്ളൂ, അല്ലാതെ അതൊരു സീറോ എമൗണ്ടിലേക്ക് മാറ്റാൻ പറ്റില്ല. അതേപോലെ ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്നും നമുക്ക് പുതിയൊരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം എല്ലാ സൃഷ്ടിക്കും, സൃഷ്ടിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ടായിരിക്കും എന്നൊരു ക്ലൂവും കൂടിയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ദ്രവ്യത്തിനെ നശിപ്പിക്കുവാനോ നിർമ്മിക്കുവാനോ കഴിയില്ല. പക്ഷെ എന്ത് പറ്റും? ഒരു തരത്തിലുള്ള ദ്രവ്യത്തിനെ നമുക്ക് മറ്റൊരു തരത്തിലേക്ക് മാറ്റാൻ പറ്റും. അത് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ഓക്കെ, മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് എന്ന ഒരു സിമ്പിൾ ഡെഫിനേഷനിലൂടെ നമുക്കത് പഠിച്ചു വെക്കാം. ദ്രവ്യ സംരക്ഷണ നിയമം. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൽ എന്താണ് ഈ ദ്രവ്യ സംരക്ഷണ നിയമത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കെമിസ്ട്രിയിൽ രാസപ്രവർത്തനങ്ങളൊക്കെ എഴുതിയിട്ട് അതിന് നമ്മൾ ബാലൻസിങ് ചെയ്യാറുണ്ട്. അപ്പം റിയാക്ടിങ് സൈഡിലെ അവികാരങ്ങളുടെ സൈഡിലുള്ള എണ്ണം, ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണവും ഉൽപ്പന്നങ്ങളുടെ സൈഡിലെ ആറ്റംസിൻ്റെ മോളിക്യൂൾസിൻ്റെ എണ്ണവുമായിട്ട് നമ്മൾ തുല്യമാക്കി വെക്കണം. അതിനാണ് ബാലൻസിങ് എന്ന് പറയുക. ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുക. ഈ ബാലൻസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലോ, അതിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രാസപ്രവർത്തനങ്ങളെ ബാലൻസിങ് ചെയ്യുന്നത്. ഓക്കെ, ആ ലോയുമായി ബന്ധപ്പെട്ട് നമുക്ക് അത്ര മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കാം, അതിൻ്റെ ഉപയോഗം എന്താണെന്നും പഠിക്കാം. ക്ലിയർ? ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ നിയമമാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓഫ് ഫിക്സഡ് പ്രൊപ്പോർഷൻ. എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു തന്മാത്ര, ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിക്കുക. സേ വാട്ടർ മോളിക്യൂൾ H2O, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു നിശ്ചിത മാസ് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ടാണ് അവിടെ തന്മാത്രകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നിട്ടാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്പർ റേഷ്യോ നോക്കുകയാണെങ്കിൽ 2:1 ആണ് വാട്ടർ റേഷ്യോയിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ 1 കാർബണും 2 ഓക്സിജനും ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അപ്പം ഇങ്ങനെ ആറ്റങ്ങൾ ഒരു നിശ്ചിത അനുപാതത്തിൽ കൂടിച്ചേർന്നാൽ മാത്രമേ നമുക്കൊരു മോളിക്യൂൾ ഉണ്ടാവുന്നുള്ളൂ എന്നതാണ് ഈ ലോ പറയുന്നത്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പം
നിശ്ചിത അനുപാതം എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ അടിസ്ഥാനത്തിലോ മാസിന്റെ അടിസ്ഥാനത്തിലോ നമുക്ക് പറയാം. There should be a fixed ratio between atoms in a molecule. Okay. അപ്പോൾ അതിന്റെ നിർവചനം നിങ്ങളൊന്ന് നോക്കൂ. Law of definite proportion. A compound always made up of same elements combined together in the same fixed ratio. Proportion by mass. അപ്പോൾ ആറ്റങ്ങൾക്കിടയിൽ ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും ബൈ മാസ് എന്ന് തന്നെയാണ് ഡെഫിനിഷനിൽ പറയുന്നത്. മാസിന്റെ അടിസ്ഥാനത്തിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും. മാസിന്റെ അടിസ്ഥാനത്തിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടെങ്കിൽ അത് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രൊപ്പോർഷൻ ആയിട്ട് കാണാം, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുക്കാം, CO2. എങ്ങനെയാ CO2 മോളിക്യൂൾ ഉണ്ടാവുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാർബൺ 2 ഓക്സിജനുമായിട്ട് ചേരുന്നു. സോ ദ നമ്പർ റേഷ്യോ ശ്രദ്ധിക്കുക, നമ്പർ റേഷ്യോ ദർ ഈസ് 1:2. ഇനി അവരുടെ മാസുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ്, 2 ഓക്സിജന്റെ മാസ് 32 ഗ്രാം ആണ്. അപ്പോൾ 12 ഗ്രാം ഈസ്റ്റു 32 ഗ്രാം എന്നുള്ള രീതിയിലാണ് അവിടെ മാസ് റേഷ്യോ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എപ്പം എവിടെ എങ്ങനെയൊക്കെ ഉണ്ടായാലും അവിടുത്തെ കാർബണും ഓക്സിജനും തമ്മിലുള്ള അനുപാതം, മാസിന്റെ അനുപാതം എന്ന് പറയുന്നത് ഏതായിരിക്കും? 12 ഗ്രാം ഈസ്റ്റു 32. എന്ന് വെച്ചാൽ ആ അനുപാതത്തിൽ എങ്ങനെ വേണമെങ്കിലും വരാം. 12 ഗ്രാം കാർബൺ തന്നെ വേണമെന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ 32 ഗ്രാം ഓക്സിജൻ തന്നെ വേണമെന്നല്ല അർത്ഥം. ആ അനുപാതം ശരിയായിരിക്കണം, 12:32. അപ്പോൾ 12 ഗ്രാം കാർബണിന് പകരം 6 ഗ്രാം കാർബണേ ഉള്ളൂ എങ്കിൽ അപ്പോൾ ഇവിടെ ഓക്സിജൻ എത്ര മതി? 16 ഗ്രാം ഓക്സിജൻ മതി. സോ 6:16 എന്നുള്ളതും 12:32 എന്നുള്ളതും സെയിം പ്രൊപ്പോർഷൻ ആണ്. അങ്ങനെ ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും എല്ലാ മോളിക്യൂളുകളിലും എന്നാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. ആ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ കൊണ്ടുവന്ന ആളുടെ പേര് JL പ്രോസ്റ്റ് എന്നാണ്. JL പ്രോസ്റ്റ്. ഓക്കെ, ഇതേപോലെ നമുക്ക് വാട്ടർ മോളിക്യൂൾ നോക്കുകയാണെങ്കിൽ there will be a fixed ratio like 2 gram hydrogen combines with 16 gram oxygen. That's a fixed ratio. ഇങ്ങനെ എല്ലാ മോളിക്യൂളും ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ജോൺ ഡാൾട്ടന്റെ പ്രശസ്തമായിട്ടുള്ള നിയമമാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മാത്രവുമല്ല നമുക്ക് പഠിക്കാനുള്ള വ്യത്യസ്ത ലോസ് ഓഫ് കോമ്പിനേഷനുകൾ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപാട് തവണ പരീക്ഷകൾക്ക് ചോദിച്ചതും ചോദിക്കുന്നതുമായിട്ടുള്ള നിയമമാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ജോൺ ഡാൾട്ടൺ. അപ്പോൾ എന്താണ് ഈ നിയമം? ഈ നിയമം പറയുന്നത് ഒരു വ്യത്യസ്ത ആറ്റങ്ങൾ, ഇപ്പോൾ 1-2 ആറ്റങ്ങൾ വ്യത്യസ്ത മോളിക്യൂളുകളെ ഉണ്ടാക്കുക, ഒന്നിൽ കൂടുതൽ മോളിക്യൂളുകളെ ഉണ്ടാക്കുന്ന കേസിലാണ് നമുക്ക് ഈ ഒരു ലോ അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ലോക്ക് എവിടെയാണ് പ്രായോഗികത ഉള്ളതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. 2 ആറ്റങ്ങൾ, 2 വ്യത്യസ്ത ആറ്റങ്ങൾ ഒന്നിൽ കൂടുതൽ 2ഓ അതിലധികം മോളിക്യൂളുകളെ ഉണ്ടാക്കുന്ന അവസരങ്ങൾ. ഇപ്പം കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? CO2 ഉണ്ടാവുന്നു, CO ഉണ്ടാവുന്നു. അപ്പോൾ കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡും ഉണ്ടാകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത 2 ആറ്റങ്ങൾക്കിടയിൽ വ്യത്യസ്ത മോളിക്യൂളുകൾ ഉണ്ടാകുന്ന അവസരങ്ങളിലാണ് ദിസ് ലോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ നോക്കൂ. ദ ഡെഫിനിഷൻ ഈസ് ലൈക്ക് ദിസ്. നിങ്ങൾ ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കുക. വെൻ 2 elements forms 2 or more molecules, ആ ഒരു കേസാണത്. 2 elements forms 2 or more molecules. Fixed mass of one element always combines with multiple mass of other element എന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ കറക്റ്റ് എങ്ങനെയാണ് വരിക? When 2 elements combine to form 2 or more chemical compounds, the mass of one element which combines with the fixed mass of other element behaves a simple ratio. അപ്പോൾ നമുക്കൊരു ഉദാഹരണം, നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാർബൺ മോണോക്സൈഡിൻ്റെ കേസ് തന്നെ ഒന്ന് എടുത്ത് നോക്കാം. ഒന്ന് ശ്രദ്ധിക്കൂ. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ജോൺ ഡാൾട്ടന്റെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ വിശദീകരിക്കാൻ നമുക്ക് എടുക്കാവുന്ന ഒരു എക്സാമ്പിളാണ് കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് കേസ്. അപ്പോൾ അത് നമ്മൾ കാർബൺ മോണോക്സൈഡ് എന്ന് വിളിച്ചു നോക്കൂ. കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്? അതിൽ ഒരു കാർബണും ഒരു ഓക്സിജനുമാണ്. ഒരു കാർബണിന്റെ മാസ് 12 ഗ്രാം ആണ്, 12. ഒരു ഓക്സിജന്റെ മാസ് 16 സോ വി ക്യാൻ സേ 12 gram carbon combines with 16 gram oxygen in carbon monoxide. അപ്പോൾ carbon monoxide combination ratio അതാണ്. 12 gram carbon combines with 16 gram oxygen. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1 gram കാർബൺ എത്ര ഓക്സിജനുമായിട്ട് കൂടിച്ചേരുന്നു എന്ന ഒരു കണക്ക് നമുക്ക് എടുത്ത് നോക്കാം. അതെങ്ങനെ ചെയ്യാം? 12 gram 16 ഗ്രാമുമായിട്ട് കൂടിച്ചേരുന്നുണ്ടെങ്കിൽ 1 gram കാർബൺ എത്രയുമായി കൂടിച്ചേരും? 16/12
oxygen. അപ്പോൾ 16/12 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1.33 gram oxygen. So we can say 1 gram carbon combines with 1.33 gram oxygen. Clear? ഇതേപോലെ കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ആ കോമ്പിനേഷൻ വരുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കാം. 12 gram carbon combines with 32 gram oxygen. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1 gram carbon combines with എത്ര gram? 32/12 gram oxygen. That on solving we will get 2.66 gram oxygen. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? 1 gram കാർബൺ കമ്പൈൻസ് വിത്ത് 2.66 gram ഓക്സിജൻ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക. ആദ്യത്തെ കേസിൽ 1 gram കാർബൺ എത്ര ഗ്രാം ഓക്സിജനുമായി കൂടിച്ചേരുന്നു? 1.33 gram ഓക്സിജനുമായി കൂടിച്ചേരുന്നു. രണ്ടാമത്തെ കാർബൺ ഡയോക്സൈഡിന്റെ കേസിൽ ഇതേ 1 gram കാർബൺ, ശ്രദ്ധിക്കണം, ഇവിടെയുള്ള 1 gram കാർബൺ അതേപോലെ ഇവിടെ 1 gram കാർബണിന്റെ മാസ് നമ്മൾ യൂണിഫൈ ചെയ്തു. അപ്പോൾ 1 gram കാർബൺ ഇവിടെ കൂടിച്ചേരുന്നത് എത്ര ഓക്സിജനുമായിട്ടാണ്? 2.66. അപ്പോൾ 2.66ഉം 1.33ഉം 1.33:2.66 എന്നുള്ളത് 1:2 ആണ്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പോൾ ഒരാളുടെ ഫിക്സഡ് മാസ്, ഇവിടെ ആരുടെ ഫിക്സഡ് മാസ്? കാർബണിന്റെ ഫിക്സഡ് മാസ് മറ്റൊരാളുടെ, അതായത് ഓക്സിജന്റെ മൾട്ടിപ്പിൾ മാസുമായിട്ടാണ് കൂടിച്ചേർന്നത് ഇൻ ദീസ് കേസസ്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇവിടുത്തെ വേറൊരു രസം, ഇത് നമുക്ക് ഇപ്പൊ കാർബണിന്റെ മാസ് ഞാൻ ഇവിടെ യൂണിഫൈ ചെയ്തിട്ട് ഓക്സിജന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ തെളിയിച്ചു. ഇതേപോലെ ഞാൻ തിരിച്ചും നമുക്കത് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഓക്സിജന്റെ മാസ്, ഡെഫിനിറ്റ് മാസ് ഓഫ് 1 ആറ്റം എന്നുള്ളത് നമുക്ക് ഓക്സിജനിൽ വെക്കാം. അപ്പോൾ 1 gram ഓക്സിജൻ ദാറ്റ് കമ്പൈൻസ് വിത്ത് മൾട്ടിപ്പിൾ മാസ് ഓഫ് കാർബൺ എന്നുള്ള രീതിയിൽ നമുക്കത് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ അടുത്ത ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ആണ്. ഈ നിയമം കൊണ്ടുവന്നത് റിക്ടർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്, റിക്ടർ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മുടെ സാധാ ബോർഡ് എക്സാം സിലബസ്, നമ്മുടെ +1 ഫൈനൽ എക്സാമിനേഷൻ, മാർച്ച് എക്സാമിനേഷന്, ബോർഡ് എക്സാമിന് ഇത് അത്ര ഒരു പ്രധാനപ്പെട്ട ഒരു ലോ ആയിട്ട് കാണാറില്ല. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ലോസ് ഓഫ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ സ്കൂളുകളിലൊക്കെ നമ്മൾ ശരിക്കും എടുക്കുമ്പോൾ നമ്മൾ ഈ കൺസർവേഷൻ ഓഫ് മാസ്, ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, പിന്നെ ഈ ഗേ-ലുസാക്സ് ലോ, അത്രയും നമ്മൾ പറയാറുള്ളൂ. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ അത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷനുകൾക്ക് മാത്രമേ അത്ര ഭാഗത്ത് ഈ ഒരു റെസിപ്രോക്കൽ ലോയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കാം. ഇതെന്താ സംഗതി എന്ന് വെച്ചാൽ 3 ആറ്റംസ് 3 വ്യത്യസ്ത മോളിക്യൂൾസിന് ഉണ്ടാക്കുമ്പോൾ അപ്ലൈ ചെയ്യാവുന്ന നിയമമാണ്. ഓക്കെ, 3 elements, 3 different elements forms 3 different molecules. ഓക്കെ, ഇപ്പോൾ കാർബണ്, ഹൈഡ്രജന്, ഓക്സിജൻ, അങ്ങനെ 3 ആറ്റംസ്. ഇപ്പോൾ കാർബണും ഹൈഡ്രജനും കൂടി ചേർന്ന് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നു, കാർബണും ഓക്സിജനും ചേർന്ന് ഒരു മോളിക്യൂൾ ഉണ്ടാവുന്നു, അതേപോലെ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വേറൊരു മോളിക്യൂൾ ഉണ്ടാകും. ഇങ്ങനെ 3 എലമെന്റ്സ് 3 വ്യത്യസ്ത മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കേസുകളിലെ ഈ ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ലോ എന്ന് പറയുന്നത് നമ്മളിത് എന്താ പറയുക, പിന്നെ ഫിസിക്സിലൊക്കെ നമ്മളിങ്ങനെ ഒരു തെർമൽ ലോ പഠിക്കാറുണ്ട്. തെർമൽ ലോ എന്ന് പറയുന്നത് നമ്മൾ തെർമോഡൈനാമിക്സിൽ വരുമ്പോൾ അത് ഒരു 0th ലോ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്ക് തെർമോഡൈനാമിക്സ് യൂണിറ്റ് എടുക്കുമ്പോൾ അത് മനസ്സിലാവും. 3 elements A, B, C, when A and B are in forms a compounds in A:B ratio. B and C forms another compound in the ratio B:C. If so, A and C can form a compound either in the ratio A:C, A:2C, A:3C, etc. ആ രീതിയിലാണ് ഡെഫിനേഷൻ വരിക. ഇതാണ് മൂന്ന് ആറ്റംസ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ നോക്കൂ, കാർബണും ഹൈഡ്രജനും ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നു, മീഥേൻ, CH4. ആ CH4ലെ അവരുടെ നമ്പർ റേഷ്യോ, മാസ് റേഷ്യോ വിട്ടേക്ക്, നമ്പർ റേഷ്യോ എടുത്ത് നോക്കൂ. CH4ലെ നമ്പർ റേഷ്യോ എത്രയാണ്? 1:4. 1:4, 1:4. അതേപോലെ കാർബണും ഓക്സിജനും കൂടി ചേർന്നുണ്ടാക്കുന്ന ഒരു മോളിക്യൂളാണ് CO2. അതിലെ റേഷ്യോ എത്രയാണ്? 1:2, 1:2. അങ്ങനെയാണെങ്കിൽ കാർബണും ഹൈഡ്രജനും ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു, കാർബണും ഓക്സിജനും ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലെ റേഷ്യോസ് എങ്ങനെയൊക്കെ ആവാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇതിൽ CHലെ 1:4 ഇപ്പം കാർബൺ 1 ആണ് 1:4. അതേപോലെ CO2
നമ്പർ റേഷ്യോ 1:2 ആണ്. അതിലെ കാർബൺ റേഷ്യോ 1 ആണ്. അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ടിലും കാർബൺ റേഷ്യോ സെയിം ആണ്. എങ്കിൽ ആ രണ്ട് കോമ്പൗണ്ടിലെയും ഡിഫറെന്റ് റേഷ്യോസിൽ വരുന്ന സാധനങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ഇവിടെ ഹൈഡ്രജനും ഇവിടുത്തെ ഓക്സിജനും. ഹൈഡ്രജന്റെ റേഷ്യോസ് എങ്ങനെയായിരുന്നത്? 4ഉം 2ഉം. അപ്പൊ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് മൂന്നാമതൊരു മോളിക്യൂൾ ഉണ്ടാവുമ്പോൾ അവിടുത്തെ റേഷ്യോസ് എങ്ങനെയാവാം എന്നാണ് പറഞ്ഞത്? 4:2. ഇനി 4:2 തന്നെ വരണമെന്നില്ല, 4:2 മൾട്ടിപ്പിൾസ് ഓഫ് 2ഉം വരാം. അപ്പോൾ 4:2 അവർക്ക് മോളിക്യൂൾ നിശ്ചയമായിട്ടും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ 4:2 എന്ന് പറയുമ്പോൾ നിങ്ങൾ H2O കുറിച്ച് ആലോചിച്ചു. H2O റേഷ്യോ 2:1 ആണ്. 2:1 എന്ന് പറഞ്ഞാൽ 4:2 സെയിം റേഷ്യോ ആണ്. ഇതാണ് റെസിപ്രോക്കൽ ലോ. അപ്പം 3 ആറ്റംസ് വ്യത്യസ്ത മോളിക്യൂൾസ് ഉണ്ടാക്കുമ്പോൾ അവർക്കിടയിൽ ഒരു നിശ്ചിത റേഷ്യോ ഓൾവേസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനെ നമ്മൾ രണ്ട് മോളിക്യൂൾസിനെ ആയിരുന്നു വിശദീകരിക്കുന്നത്. ഇത് 3 മോളിക്യൂൾസിനെ വെച്ചിട്ട് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത് പോലെ തന്നെയാണ് ഇത് എന്നേ ഉള്ളൂ. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് ബോർഡ് എക്സാമിന് അത്ര പ്രധാനപ്പെട്ടൊന്നുമല്ല. ഒബ്ജക്റ്റീവ് എക്സാമിനേഷനെ നമുക്ക് കാണാറുള്ളൂ. ഒബ്ജക്റ്റീവ് എക്സാമിനേഷനിൽ ഈ ചോദ്യം ചോദിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പൊ ഈ റെസിപ്രോക്കൽ പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതി ഇങ്ങനെയാണ്. നീക്കൊരു 3 മോളിക്യൂൾസ് വരും. ആ 3 മോളിക്യൂൾസ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുക. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. 2 കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഒരു 3 മോളിക്യൂൾസിന്റെ സെറ്റ് ആയിരിക്കും. ആ 3 മോളിക്യൂൾസിന്റെ സെറ്റിൽ 3 ഡിഫറെന്റ് ആറ്റംസേ പാടുള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന 3 മോളിക്യൂൾസിന്റെ സെറ്റ് റെസിപ്രോക്കൽ ലോ ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റിൽ വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് 3 ഡിഫറെന്റ് ആറ്റംസേ ആ 3 മോളിക്യൂൾസിലും കൂടെ പാടുള്ളൂ. രണ്ടാമത്തത് കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്യരുത്. കോമ്പിനേഷൻ ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. ഓക്കെ, അതായത് കോമ്പിനേഷൻ ബിറ്റ്വീൻ 2 ആറ്റംസ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. അതായത് ഏതെങ്കിലും 2 ആറ്റങ്ങൾക്കിടയിൽ കൂടുതൽ മോളിക്യൂൾസ് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഇത് നോക്കൂ, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഈ സെറ്റ് ഓഫ് മോളിക്യൂൾസ് ഒബേ ചെയ്യുന്നുണ്ടോ? ഈ മോളിക്യൂളുകളിൽ എല്ലാം കൂടിയായിട്ട് 3 ഡിഫറെന്റ് ആറ്റംസേ പാടുള്ളൂ. നിങ്ങൾക്ക് നോക്കാം, ഇതിലിപ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഈ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ അല്ലാതെ വേറെ ഒരാൾ ഇതിലില്ല. അതുകൊണ്ട് ഈ മോളിക്യൂൾസിന് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യാൻ പറ്റും. ഇനി ഈ കണ്ടീഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കോമ്പിനേഷൻ ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. നോക്കൂ, കാർബണും ഹൈഡ്രജനും തമ്മിൽ ഒരു കോമ്പിനേഷൻ എവിടെ ഉള്ളൂ? CH4. ഈ കൂട്ടത്തിൽ വേറൊരു മോളിക്യൂൾ ഇല്ല. ഈതേ എന്ന് പറഞ്ഞ മോളിക്യൂൾ ഈ കൂട്ടത്തിലില്ല. ഐ മീൻ ബിറ്റ്വീൻ കാർബൺ ആൻഡ് ഹൈഡ്രജൻ മൾട്ടിപ്പിൾ കോമ്പിനേഷൻ ഈസ് നോട്ട് ദർ. അതേപോലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ H2O മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ H2O2 എന്ന് പറഞ്ഞ ഒരാൾ ഈ സെറ്റിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒബേ ചെയ്യില്ല. ഓക്കെ, കാർബണും ഓക്സിജനും തമ്മിൽ CO2 മാത്രമേ ഇവിടെ ഉള്ളൂ. CO എന്ന് പറഞ്ഞ ഒരാൾ കൂടെ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇത് ഒബേ ചെയ്യില്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ ദിസ് സെറ്റ് ഓഫ് 3 മോളിക്യൂൾസ് ഒബേസ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. അപ്പം ഇതിൽ ആദ്യം നോക്കുക, ഇതിൽ ഏതൊക്കെ ആറ്റംസ് ഉണ്ടെന്ന് നോക്കാം. H ഉണ്ട്, Cl ഉണ്ട്, പിന്നെ O ഉണ്ട്, F ഉണ്ട്. അപ്പൊ എത്ര ആറ്റംസ് ആയി? 3 മോളിക്യൂൾസിനും കൂടെ 4 ആറ്റംസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. 3 ഡിഫറെന്റ് ആറ്റംസ് മാത്രമേ പാടുള്ളൂ. അപ്പം തന്നെ പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കണ്ട. സോ ദിസ് സെറ്റ് ഓഫ് മോളിക്യൂൾസ് ഡസ് നോട്ട് ഒബേ ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. ഓക്കെ ആണോ? ഓക്കെ, നോക്കൂ, ഒരു എക്സാമ്പിൾ കൂടെ. ഈ 3 മോളിക്യൂൾസിന് റെസിപ്രോക്കൽ ലോ ഒബേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഇതിൽ എത്ര ആറ്റംസ് ഉണ്ടെന്ന് നോക്കുക. C ഉണ്ട്, O ഉണ്ട്, S ഉണ്ട്. അപ്പോൾ COS, കാർബണും ഓക്സിജനും സൾഫറും അല്ലാതെ വേറെ ആരും ഇതിലില്ല. സോ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെയാണ്. 3 ഡിഫറെന്റ് ആറ്റംസേ പാടുള്ളൂ. ഇനി കോമ്പിനേഷൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കുക. അപ്പോൾ കാർബണിന്റെ ഓക്സിജന്റെ ഇടയിൽ CO2 ഉണ്ട്, CO ഉണ്ട്. കണ്ടോ, 2 കോമ്പിനേഷൻസ് ഈ സെറ്റിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. സോ ദ കോമ്പിനേഷൻ റിപ്പീറ്റഡ്. CO വന്നു, CO2 വന്നു. ഓക്കെ, സോ ദിസ് സെറ്റ് ഓഫ് മോളിക്യൂൾ ഡസ് നോട്ട് ഒബേ റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ. അടുത്ത ലോസ് ഓഫ് കോമ്പിനേഷൻസിലേക്ക് വരികയാണ്. ഗേ-ലുസാക്സ് ലോ. ഗേ-ലുസാക്സ് ലോ പ്രധാനപ്പെട്ട ഗ്യാഷ്യസ് ലോ ആണ്. അതായത് വാതക റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ലോ ആണ് ഗേ-ലുസാക്സ് ലോ. അപ്പോൾ വാതകങ്ങൾ റിയാക്ട് ചെയ്ത് വാതകങ്ങളായ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്ന രാസപ്രവർത്തനങ്ങളിൽ പ്രയോഗിക്കാവുന്ന നിയമമാണ് ഗേ-ലുസാക്സ് ലോ. എന്താണ് ഗേ-ലുസാക്സ് ലോ?
ഗേ-ലുസാക്സ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വാതകങ്ങൾ റിയാക്ട് ചെയ്ത് വാതകങ്ങളായ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുമ്പോൾ അവർക്കിടയിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാവും. പക്ഷേ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് വോളിയം റേഷ്യോ എന്നാണ് പറയുന്നത്. ഓക്കെ, അറ്റോമിക് നമ്പർ റേഷ്യോ അല്ല, മാസ് റേഷ്യോ അല്ല, വോളിയം റേഷ്യോ. Whenever gases react to get gaseous products, there will be simple whole number ratio of volumes. വോളിയം റേഷ്യോ അല്ലെ ഒരു സിമ്പിൾ റേഷ്യോ എപ്പോഴും അവർക്കിടയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇതൊരു വാതക റിയാക്ഷൻ ആണ്. നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ടു ഗെറ്റ് അമോണിയ. എല്ലാവരും വാതകങ്ങളാണ്. സോ നമുക്കിവിടെ മോൾ റേഷ്യോ എങ്ങനെയാണ് പറയുക? 1 mol N2 combines with 3 mol H2 to get 2 mol NH3. ഇങ്ങനെയാണ് മോൾ റേഷ്യോ നമ്മൾ പറയുക. 1 mol നൈട്രജൻ, 3 mol ഹൈഡ്രജൻ, 2 mol NH3. അപ്പോൾ ഈ മോൾ റേഷ്യോ ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു STP കണ്ടീഷനിൽ ഈ മോൾ വോളിയംസ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരു മോൾ വാതകം, ഏത് വാതകത്തിൽ നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും, ഒരു മോൾ ഏത് വാതകവും STPയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഫിക്സഡ് വോളിയം ഉണ്ട്. ഓക്കെ, ആ വോളിയം 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ. അപ്പോൾ 1 മോൾ എനി ഗ്യാസ്, അത് ഏത് ഗ്യാസ് ആയാലും കുഴപ്പമില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഒരു മോൾ നൈട്രജൻ എടുത്താലും ഒരു മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താലും STPയിലാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു നിശ്ചിത വ്യാപ്തമാണ് 22.4 ലിറ്റർ. അപ്പം നമുക്ക് ഈ 1 മോൾ 3 മോൾ 2 മോൾസിലുള്ള ഈ കണക്കിന് നമുക്ക് നേരെ വോളിയത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1 മോൾ നൈട്രജൻ എന്ന് പറയുമ്പോൾ എത്ര വോളിയമാണ്? 22.4 ലിറ്റർ. ദാറ്റ് കമ്പൈൻസ് വിത്ത് 3 മോൾ H2. അപ്പോൾ അവിടെ H2 3 മോൾ ആണ്. H2 ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, 3 മോൾ എന്ന് വന്നു കഴിഞ്ഞാൽ എത്ര വോളിയമായി? 3 × 22.4 ലിറ്റർ. ഓക്കെ, എങ്കിൽ നമുക്ക് എത്ര അമോണിയ കിട്ടും? 2 മോൾസ് ഓഫ് അമോണിയ. അപ്പോൾ 2 × 22.4 ലിറ്റർ അമോണിയ കിട്ടും. ഇങ്ങനെയാണ് അവരുടെ വോളിയത്തിന്റെ കണക്ക് വരിക. അപ്പൊ ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ഈ 22.4 ലിറ്റർ എന്ന് പറഞ്ഞ ഒരു വോളിയത്തിന് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഇസ് എ ഗ്യാഷ്യസ് റിയാക്ഷൻ, വാതക റിയാക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്കിവിടെ ഒന്ന് സിംപ്ലിഫൈഡ് രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. വെൻ ഓൾ ദീസ് ആർ ഡിവൈഡഡ് ത്രൂ ഔട്ട് ബൈ 22.4 ലിറ്റർ. 22.4 കൊണ്ട് എല്ലാത്തിനെയും ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്നെടുക്കാം? എല്ലാത്തിനെയും 22.4 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ 1 ലിറ്റർ എന്ന് കിട്ടും. ഇതിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. ഇതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. സോ ദാറ്റ് വി ക്യാൻ say 1 liter of nitrogen combines with 3 liter of hydrogen to get 2 liter of ammonia. ഇങ്ങനെ നമുക്കൊരു വോളിയം റേഷ്യോ അവിടെ കിട്ടും. നമ്മൾ നേരത്തെ ഉള്ളത് മോൾ റേഷ്യോ ആണ്. 1 മോൾ 3 മോൾ gives 2 മോൾ. അത് തന്നെയായിരിക്കും വോളിയം റേഷ്യോ. അത് എങ്ങനെയാണ് വോളിയം ലിറ്ററിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഈ 22.4 ഇട്ടിട്ട് നമ്മൾ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മോൾ any gas at STP having 22.4 ലിറ്റർ. അപ്പോൾ 2 മോൾസ് ആണെങ്കിൽ അതിന്റെ ഇരട്ടി ഉണ്ടാവും, 3 മോൾസ് ആണെങ്കിൽ അതിന് 3 ഇരട്ടി ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ കണക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഗേ-ലുസാക്സ് ലോ. വാതകങ്ങൾ റിയാക്ട് ചെയ്ത് വാതകങ്ങളായ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എപ്പോഴും ഒരു ഡെഫിനിറ്റ് വോളിയം റേഷ്യോ ഉണ്ടായിരിക്കും, വിച്ച് വിൽ ബി ഈക്വലന്റ് ടു മോൾ റേഷ്യോ. അതാണ് മോൾ റേഷ്യോ ഈക്വലന്റ് ആണ്. അപ്പോൾ 1 മോൾ നൈട്രജൻ എന്ന് പറയുന്നത് പോലെ തന്നെ 1 ലിറ്റർ നൈട്രജൻ. 1 മോൾ നൈട്രജൻ ആയതുകൊണ്ട് 1 ലിറ്റർ നൈട്രജൻ. 3 മോൾസ് ഹൈഡ്രജൻ ആയതുകൊണ്ട് 3 ലിറ്റർ ഹൈഡ്രജൻ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അമോണിയ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ അതിൽ 1 ലിറ്റർ നൈട്രജന് 3 ലിറ്റർ ഹൈഡ്രജൻ വേണം കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കാൻ. എന്നിട്ട് എന്ത് കിട്ടും? 2 ലിറ്റർ അമോണിയ കിട്ടും. ഓക്കെ, ഇത്തരം ഈ വോളിയം റേഷ്യോ വെച്ചിട്ടുള്ള ചില കണക്കുകൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുണ്ട്. ഈ യൂണിറ്റിന്റെ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് അത്തരം കണക്കുകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ദിസ് ലോ ഈസ് കോൾഡ് ഗേ-ലുസാക്സ് ലോ. അപ്പോൾ ഗേ-ലുസാക്സ് ലോ എന്ന് പറയുന്നത് നമ്മുടെ മോൾ റേഷ്യോ ഉള്ളതുപോലെ തന്നെ ഒരു വോളിയം റേഷ്യോ ഉണ്ട് എന്ന് പറയുന്നു. വാതകങ്ങളുടെ കേസിലാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഗേ-ലുസാക്സ് ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോസ് ഓഫ് കോമ്പിനേഷൻസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. മനസ്സിലാവാത്ത പ്രയാസങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ നമുക്കതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം. ഓക്കെ, സീ യു. താങ്ക് യു.